ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊമേഴ്സ് ടിപ്പ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സിൻ്റെ അകത്ത് ആവറേജ് പീരീഡ് മെത്തേഡിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതെന്നാണ്. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെയും സിമ്പിൾ മെത്തേഡിൻ്റെയും പറ്റിയുള്ളൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആവറേജ് പീരീഡ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദർ ഈസ് റെഗുലർ ഡ്രോയിങ്സ് or when the amount of drawings is uniform or at the time interval between the two drawings is also uniform. അതായത് ഫേമിലെ പാർട്ട്നേഴ്സ് റെഗുലറായിട്ട് ഡ്രോയിങ്സ് നടത്തിയാലോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന എമൗണ്ട് സെയിം ആണെങ്കിലോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന എമൗണ്ടിൻ്റെ ടൈം പീരീഡ് അതായത് ഗ്യാപ്പ് സെയിം ആണെങ്കിലോ നമ്മൾ ആവറേജ് പീരീഡ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആവറേജ് പീരീഡ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരീഡ് ബൈ 12. അപ്പോൾ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഡിവൈഡഡ് ബൈ 2. അതായത് ഒരു പാർട്ട്ണർ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു പാർട്ട്ണർ ഏപ്രിൽ ആദ്യം എമൗണ്ട് വിഡ്രോ ചെയ്തു. അപ്പോൾ എന്തോ ഒരു മാസമാണ്. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ എല്ലാ മാസവും 1-ാം തീയതി ഒരു സ്പെസിഫിക് എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത് ഏപ്രിൽ ആദ്യം വിഡ്രോ ചെയ്ത എമൗണ്ട് കഴിഞ്ഞ് എന്തോ ഒരു മാസം ഉണ്ടെന്ന്, അതായത് ഏപ്രിൽ 1 കഴിഞ്ഞ് എന്തോ ഒരു മാസം ഉണ്ടെന്ന്. മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത് അവസാനത്തെ ഡ്രോയിങ്, അതായത് 1 മാർച്ചിൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് എന്തോ ഒരു മാസം ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അതാണ് ആവറേജ് പീരീഡ്. ആ ആവറേജ് പീരീഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 6 സിറ്റുവേഷനാണ് പൊതുവേ ഉള്ളത്. If a partner withdraws fixed amount in the beginning of every month, interest is charged on the whole amount for 6.5 months. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയാണ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഒരു പാർട്ട്ണർ, ലെറ്റ് ഇറ്റ് ബി പാർട്ട്ണർ എ. അപ്പോൾ പാർട്ട്ണർ എ ഡ്രോയിങ്സ് മെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും 1-ാം തീയതി. സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇഫ് എ പാർട്ട്ണർ വിഡ്രോസ് ഫിക്സഡ് എമൗണ്ട് ഇൻ ദ ബിഗിനിങ് ഓഫ് എവറി മന്ത്. എല്ലാ മാസവും ആദ്യം ഒരു പാർട്ട്ണർ ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ 1 ഏപ്രിൽ പാർട്ട്ണർ എ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാസം ഇനി ലെഫ്റ്റ് ഉണ്ട്? ആവറേജ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പം മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്, അതായത് 1 ഏപ്രിലിൽ ആണ് ആദ്യത്തെ ഡ്രോയിങ്സ് എ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി എന്തോ ഒരു മാസം ലെഫ്റ്റ് ഉണ്ട്? 1 ഏപ്രിൽ വിഡ്രോ ചെയ്തത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസവും നമ്മൾ കൂട്ടണം. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 12 മാസമുണ്ട് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്. മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സോ? ലാസ്റ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത് 1 മാർച്ചാണ്. എല്ലാ മാസവും 1-ാം തീയതിയാണ് സിറ്റുവേഷൻ 1-ൽ പാർട്ട്ണറെ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു മാസം ലെഫ്റ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഡ്രോയിങ് കഴിഞ്ഞ്? ഒരു മാസമാണ്. 1 മാർച്ചിൽ വിഡ്രോ ചെയ്തു, ഇനി ആ മാർച്ച് മാസം നമ്മൾ കൂട്ടണം. അപ്പോൾ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത്
12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2, അതായത് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6.5 months. അപ്പോൾ അതാണ് ഈസ് ചാർജ്ഡ് ഓൺ ദ വോൾ എമൗണ്ട് ഫോർ 6.5 months. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ എമൗണ്ട്, അതായത് എന്തോരം എമൗണ്ട് വിഡ്രോ ചെയ്തോ ആ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ്, ഇൻട്രസ്റ്റ് എത്രയാണോ അതിൻ്റെ റേറ്റ് ബൈ 100 ഇൻറ്റു 6.5 months ഡിവൈഡഡ് ബൈ 12. അപ്പോൾ സിറ്റുവേഷൻ 1 ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി സിറ്റുവേഷൻ 2 നോക്കാം. ഇഫ് എ പാർട്ട്ണർ വിഡ്രോസ് ഫിക്സഡ് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത്, ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഫോർ 5.5 months. അതായത് പാർട്ട്ണർ എ എല്ലാ മാസവും അവസാനം ഒരു എമൗണ്ട് വെച്ച് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണ്. എല്ലാ മാസവും അവസാനം എന്ന് പറയുന്നത് 30th April, 31st May, അങ്ങനെ എല്ലാ മാസവും അവസാനം. അപ്പോൾ 30th April എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം മാസമാണ് ഇനി ലെഫ്റ്റ് ആയിട്ടുള്ളത്? 11 മാസമല്ലേ. ഏപ്രിൽ കൂട്ടില്ലല്ലോ, ഏപ്രിൽ ഓൾറെഡി പോയല്ലോ. അപ്പോൾ മെയ് തൊട്ട് മാർച്ച് വരെ 11 മാസമല്ലേ. അപ്പോൾ അവസാനത്തെ ഡ്രോയിങ്സ് മെയ്ഡ് ചെയ്യുന്നത് എന്നാണ് 31st March. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April തൊട്ട് 31st March വരെയാണ്. അപ്പോൾ 31st March അവസാനത്തെ ഡ്രോയിങ്സ്. അപ്പം മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് എന്താ? മാസങ്ങളില്ലല്ലോ. 31st March വിഡ്രോ ചെയ്തുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്നത് 11 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5.5 months. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഡ്രോയിങ്സ്, അതായത് എന്തോരം എമൗണ്ട് വിഡ്രോ ചെയ്തോ അതായത് ടോട്ടൽ, അതായത് ഇപ്പോൾ 5,000 രൂപ പാർട്ട്ണറെ ഓരോ മാസം അവസാനം വിഡ്രോ ചെയ്താൽ 12 മാസത്തേക്ക് 60,000 രൂപയാവും. അപ്പോൾ 60,000 ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് പീരീഡ് ബൈ 12. ഈ ആവറേജ് പീരീഡ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി സിറ്റുവേഷൻ 3. ഇഫ് എ പാർട്ട്ണർ വിഡ്രോസ് ഫിക്സഡ് എമൗണ്ട് ഇൻ ദ മിഡിൽ ഓഫ് എവറി മന്ത്, അതായത് ഫിനാൻഷ്യൽ ഇയർ 1st April ടു 31st March. അപ്പോൾ ഇൻ ദ മിഡിൽ ഓഫ് എവറി മന്ത്, ഏപ്രിലിൻ്റെ മിഡിൽ വെച്ച്, അതായത് ഏപ്രിൽ 15 പാർട്ട്ണറെ എല്ലാ മാസവും 15-ാം തീയതി പാർട്ട്ണർ എ 5,000 രൂപ വെച്ച് വിഡ്രോ ചെയ്തു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് എന്തോരം മാസം ഇനി ബാക്കിയുണ്ട്? 15th April കഴിഞ്ഞ് എന്തോരം മാസം ബാക്കിയുണ്ട്? 11.5 months അല്ലേ. മെയ്യിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 11 മാസമുണ്ട്. ഇതിപ്പോൾ ഏപ്രിൽ 15 പാർട്ട്ണർ എ എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ആ 15 ദിവസം കൂടി കൂട്ടണ്ടേ. അപ്പോൾ 11 പ്ലസ് 15 days, അതായത് 11.5 months. അതുപോലെ അവസാനത്തെ ഡ്രോയിങ്സ് മെയ്ഡ് ചെയ്യുന്നത് എന്നാണ്? മാർച്ച് 15th. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് എന്താണ്? 15 days, അതായത് ഹാഫ്. അപ്പോൾ 11.5 പ്ലസ് ഹാഫ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6 months. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത് ടോട്ടൽ ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12. ആവറേജ് പീരീഡിൽ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ആവറേജ് പീരീഡ് ഡിവൈഡഡ് ബൈ 12 ആണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസ് നോക്കാം. അതായത് ക്വാർട്ടറിൻ്റെ സമയത്ത് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് 3 മാസമാണ്. അപ്പോൾ ഒരു വർഷത്തിൽ 4 ക്വാർട്ടേഴ്സ് ആണുള്ളത്, അതായത് 12 മാസം. 4 × 3 = 12 months. അപ്പോൾ സിറ്റുവേഷൻ 4 എന്ന് പറയുന്നത് ഈ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് 3 മാസമാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വാർട്ടർ, ഏപ്രിൽ, മെയ്, ജൂൺ ഇതൊരു ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇത് മറ്റൊരു ക്വാർട്ടർ, അങ്ങനെ 4 ക്വാർട്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ ഇത് ഈ സിറ്റുവേഷൻ്റെ അകത്ത് ഈ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അതായത് ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറയുന്നത് ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ. ബിഗിനിങ് ഓഫ് ദാറ്റ് ക്വാർട്ടർ മീൻസ് ഫസ്റ്റ് ഏപ്രിൽ. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഏപ്രിൽ ഈക്വൽ ടു 12 ഇൻക്ലൂഡിങ് ഏപ്രിൽ. ഏപ്രിൽ നമ്മൾ കൂട്ടണം. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ് ഈക്വൽ ടു 12. ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ക്വാർട്ടർ, അതായത് ഫസ്റ്റ് ഡ്രോയിങ്സ്, മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ്. ലാസ്റ്റ് ഡ്രോയിങ്സ് നമ്മൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ആദ്യമാണ്, അതായത് ജനുവരി 1-ാം തീയതി. ജനുവരി 1-ാം തീയതി കഴിഞ്ഞ് എന്തോ ഒരു മാസമുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ 3 മാസം. അപ്പോൾ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈക്വൽ ടു 12 + 3 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 7.5 months. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 7.5 ഡിവൈഡഡ് ബൈ 12. ഇനിയുള്ളത് സിറ്റുവേഷൻ 5. ഈ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ ഈ ബോക്സിലേക്ക് നോക്കുക. ഒരു ക്വാർട്ടർ, 4 ക്വാർട്ടേഴ്സാണ് ഒരു വർഷത്തിലുള്ള. ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ. അവസാനത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. നമ്മൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്താൽ മതി. ഈ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ, അതായത് മെയ് മാസത്തെ പകുതിയിലാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. മെയ് മാസത്തെ പകുതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഡിവൈഡഡ് ബൈ 2. അപ്പം മെയ് പകുതിയിൽ വിഡ്രോ ചെയ്തു. വിഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. മെയ് പകുതിയിൽ വിഡ്രോ ചെയ്ത് ഇനി എന്തോ ഒരു നാളുണ്ട്. മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് മെയ് പകുതിയിലാണ് നടത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഡ്രോയിങ് മെയ് പകുതിയിൽ നടത്തി. ഇനി എന്തോ ഒരു മാസമുണ്ട്, മെയ് 15 കഴിഞ്ഞ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 10 മാസം. ജൂൺ തൊട്ട് പ്ലസ് 15 ഡേയ്സ്. ഈ മെയ് 15th അല്ലേ ഫസ്റ്റ് ഡ്രോയിങ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് പാർട്ട്ണറെ. അപ്പോൾ ആ മെയ് 15 കഴിഞ്ഞുള്ള 15 ഡേയ്സ് നമ്മൾ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ 10.5 വരും. ഇനി അവസാനത്തെ ഡ്രോയിങ്സ് ക്വാർട്ടറിൽ ഡ്രോയിങ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഫെബ്രുവരി 15th. ഇപ്പോൾ ഫെബ്രുവരി 15th കഴിഞ്ഞ് എന്തോ ഒരു മാസമുണ്ട്, 1.5 മാസം. മാർച്ച് മാസവും ഫെബ്രുവരിയിലെ 15 ദിവസവും, 1.5 മാസം. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് 10.5 പ്ലസ് 1.5 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6 months. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ടോട്ടൽ ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ സിറ്റുവേഷൻ 6ൻ്റെ അകത്ത് ഈ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ഡ്യൂറിങ് ദ ഇയർ. അതായത് 4 ക്വാർട്ടേഴ്സ് ഉള്ളതിൽ ഓരോ ക്വാർട്ടറിൻ്റെ അവസാനം എമൗണ്ട് പാർട്ട്ണർ എ വിഡ്രോ ചെയ്യും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കാൻ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഫസ്റ്റ് ഡ്രോയിങ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ജൂൺ അവസാനമാണ്. ആദ്യത്തെ ക്വാർട്ടറിൻ്റെ അവസാനമാണ് ഫസ്റ്റ് ഡ്രോയിങ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. സിറ്റുവേഷൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ആണ് ആദ്യത്തെ ക്വാർട്ടർ. ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ ആയിട്ടാണ് അസ്യൂം ചെയ്ത് എടുത്തിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നേക്കുന്ന അനുസരിച്ച് മാറും. ചിലപ്പോൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫിനാൻഷ്യൽ ഇയർ തന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ അവസാനം പാർട്ട്ണർ എ എമൗണ്ട് വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് എത്രയാണ്?
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 months. ജൂൺ മാസം അവസാനം എമൗണ്ട് പാർട്ട്ണർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 9 മാസമാണ് ഉള്ളത്. ലാസ്റ്റ് ക്വാർട്ടർ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എല്ലാ ക്വാർട്ടറിൻ്റെയും അവസാനമാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെന്ന് സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലാസ്റ്റ് ക്വാർട്ടറിന് മാർച്ച് മാസത്തിൻ്റെ അവസാനമായിരിക്കും വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് അവസാനം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇനി 0 ആയിരിക്കുമല്ലോ. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് ഈക്വൽ ടു 9, മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഈക്വൽ ടു 0. അപ്പോൾ ആവറേജ് പീരീഡ് ഈക്വൽ ടു 9 + 0 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 4.5 months. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 4.5 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇങ്ങനെയാണ് 6 സിറ്റുവേഷനിൽ ആവറേജ് പീരീഡ് മെത്തേഡ് ഉപയോഗിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.